அன்பான மகள் வந்தார், அம்பானி நானாகிறேன். இந்த இன்ப மகாராஜ பெற்ற புது ரோஜ எலிசபெத் ராணியின் பேத்தியே. தாயே தாயே மகளன வந்தாய், தந்தை சிந்தை நலமுற வந்தாய். ഡോക്ടർ, ജാനകിക്ക് ഡെലിവറി പെയിൻ വന്നു. ജാനകിയെ വേഗം കൊണ്ടുവരൂ. ജാനകി, നന്നായിട്ട് പെയിൻ വരുന്നുണ്ടല്ലോ അല്ലേ? ഡോക്ടർ, നന്നായിട്ട് പെയിൻ ഉണ്ട്. കാർത്തിക്, എന്താണ് ആരോഗ്യമാണോ? സോറിയുടെ എനിക്ക് ഞാൻ പരമാവധി ശ്രമിച്ചു, പക്ഷെ എന്നെ കൊണ്ട് പറ്റിയില്ല. രക്ഷിക്കും. പേഷ്യന്റ് കൈയനക്കി. കാർത്തിക്, എടാ ഞാൻ നോക്കിയിട്ട് വരാം. വിക്കി, എന്തോ ഭാഗ്യം കൊണ്ട് അവന്റെ ജീവൻ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവൻ കോമയില്ല. ഹലോ, എടാ വിക്കി, ഞാനാ കാർത്തിക്. എന്താണ് കാർത്തിക്, നീ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണല്ലോ. എന്താ കാര്യം? എടാ, നീനിന് ബോധം വേണു. അവൻ കോമയിൽ നിന്ന് റിക്കവറായി. എടാ കാർത്തി, നീ ഫോൺ വെക്ക്, ഞാൻ ഉടനെ വരാം. എടി, ഹോസ്പിറ്റലിൽ നിന്ന് നിന്റെ ചേട്ടനാ വിളിച്ചത്. നീനിന് ബോധം വീണെന്ന്, അവൻ കോമയിൽ നിന്ന് എണീറ്റെന്ന്. എന്നാ ശരി, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണേ. നീ പിന്നെ വീണയും കൂട്ടി അങ്ങോട്ട് വന്നാ മതി. ഞാൻ എന്തായാലും ഇറങ്ങുവാണേ. കാർത്തി, നീ വന്നോ? വാ, നമുക്ക് അവന്റെ അടുത്തേക്ക് പോവാം. എടാ, അവന്റെ ഹെൽത്ത് ഒക്കെ എങ്ങനെയാ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എടാ, അവൻ 3 വർഷമായിട്ട് ഒരേ കിടപ്പ് കിടക്കില്ലേ. അപ്പോ ഫിസിക്കലി നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്.
അത് ഓക്കെ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അവൻ ഉണർന്നതിന് ശേഷം എൻ്റെ അടുത്ത് കുറച്ച് സംസാരിച്ചായിരുന്നു. പിന്നെ ഈ മെഡിസിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് കാരണം ആള് ഡൗൺ ആയിരുന്നു. അപ്പോൾ കുറച്ച് മയങ്ങി. ഇപ്പൊ എണീറ്റാണ്. അവൻ്റെ അടുത്ത് ചോദിക്കാം, എന്തെങ്കിലും ഫിസിക്കലി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കാം. നീ വാ. നീൽ ഡാ, നീ ഓക്കെ ഇല്ലേ? വിവേക്, കാർത്തിക്, ഓക്കേടാ. ഞാൻ കാരണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായില്ലേ? പിന്നെ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു അല്ലേടാ കാർത്തി? നീലെ, നീ ഇവിടെ ബെഡ് കിടക്കാണെന്ന് ഞാൻ നോക്കൂല. എന്റെ കയ്യിൽ നിന്ന് നീ മേടിക്കും. അവന് ബുദ്ധിമുട്ടാണ് പോലും. നോക്കിക്കേ, കാട്ടുമുയലിന്റെ ഒരു ചിരി. എടാ നീലെ, 2 മാസം എന്തായാലും നല്ല റെസ്റ്റ് വേണം. നീ 3 വർഷം ഒരേ കിടപ്പായിരുന്നല്ലോ. പിന്നെ നടക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് കാണും. അപ്പോ നീ നമ്മുടെ കൂടെ വന്ന് നിൽക്കണം. എടാ, അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായില്ലേ? ഇവൻ പിന്നെ. എടാ നീലെ, നിന്റെ തലയ്ക്ക് ഇതൊന്നും കേറത്തില്ലയോ? നമ്മൾ പറയുന്നത് നീ അങ്ങ് കേട്ടാ മതി. എന്തായാലും നീ നമ്മുടെ കൂടെ വരുന്നു. അമ്മയുടെ പൊന്നെണീറ്റൊടി. എന്താ ഇങ്ങനെ കിടക്കുന്നേ? അയ്യോ, അതെന്തൊരു ചോദ്യ കുഞ്ഞിക്കിളി. പിന്നെ പോണ്ടേ? അയ്യോടാ പൊന്നി, ജോലിക്ക് പോയിരുന്ന എങ്ങനെയാടാ? നമുക്ക് ആര് പൈസ തരും? ആരുമില്ലല്ലോ. പിന്നെ എങ്ങനെയാ? അമ്മ ജോലിക്ക് പോയാലല്ലേ കുഞ്ഞിന് ഐസ്ക്രീം മേടിക്കാൻ പറ്റുള്ളൂ, ഉടുപ്പ് മേടിക്കാൻ പറ്റുള്ളൂ, മിഠായി മേടിക്കാൻ പറ്റുള്ളൂ. പ്ലീസ്, അമ്മയുടെ ചക്കര മോളല്ലേ, വേഗം എണീറ്റ്. താമസിച്ചടാ. അമ്മ പൊന്നൂട്ടനെ ഇവിടെ ആക്കിയിട്ട് എങ്ങനെയാടാ ഓഫീസിൽ പോണേ? എന്റെ പൊന്നു ചക്കരയില്ലേ, ഇന്ന് ഡേ കെയറിൽ പോയാ അമ്മ വൈകിട്ട് ബീച്ചിൽ കൊണ്ടുപോയി ഐസ്ക്രീം മേടിച്ചു തരാം. ഓ, എല്ലാം മേടിച്ചു തരാം അമ്മയുടെ പൊന്നിന്. വേഗം എണീറ്റ്. കുഞ്ഞി പല്ല് തേക്കണ്ടേ, പിന്നെ കുളിക്കണ്ടേ. എന്നിട്ട് ഉടുപ്പൊക്കെ ഇട്ട് നമുക്ക് താഴെ പോയി ആഹാരം കഴിച്ചിട്ട് വേഗം പോവാം. നീ ഇവിടെ നിൽക്കുവാണോ? എടാ, നീ പോയി അന്വേഷിച്ച കാര്യങ്ങളൊക്കെ എന്തായി? അവരെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? ഇല്ലടാ, അവള് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിനെയും കൊണ്ടുപോയി. അവൾ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് പോയി അന്വേഷിച്ചു. അപ്പോ എനിക്കൊരു വിവരവും കണ്ടെത്താനായില്ല. എടാ, എനിക്ക് അവരെ കണ്ടെത്താൻ പറ്റുമോ? എന്റെ കുഞ്ഞ്. വിഷമിക്കാതെടാ, നമുക്ക് എങ്ങനെയും കണ്ടെത്താം. പിന്നെ നീ ടുമാറോ കമ്പനി CEO ആയിട്ട് ജോയിൻ ചെയ്യുന്ന കാര്യം ഞാൻ എല്ലാരെയും മീറ്റിംഗ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നിന്റെ പഴയ ടെറർ സ്വഭാവമൊന്നും അവിടെ ചെന്നെടുക്കരുത്. പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ ഒരു സ്റ്റാഫ് ആള് നല്ല ബോൾഡാണ്, മുഴുക്കിയാണ്. പിന്നെ ആൾക്കൊരു മോളുണ്ട്. കുഞ്ഞിനെയും കൂടി ആ കമ്പനിയിൽ നിർത്തും. എന്നുവെച്ചാ ഫുൾ ടൈം ഇല്ല, ഡേ കെയർ കഴിഞ്ഞ് വന്നിട്ട് ഒരു ഉച്ചയ്ക്ക് ശേഷം കുഞ്ഞിനെ കമ്പനിയിലേക്ക് നിർത്തും. നിനക്ക് ഈ വക കാര്യങ്ങളൊന്നും പണ്ടേ ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് നീ ആ കുട്ടിയോട് അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. ഇതിന്റെ റിക്വസ്റ്റാ. പാവാടാ.
നിന്റെ ജോലി ഇതുവരെ കഴിഞ്ഞില്ലേ? ആ, എനിക്ക് ഒരു 2-3 വർക്കും കൂടി ഉണ്ട്. അല്ല, നിന്റെ ജോലിയൊക്കെ കഴിഞ്ഞോ? ആ, കഴിഞ്ഞടി. ഓ, നാളെ തൊട്ട് ആ ഹിറ്റ്ലർ വരെയല്ലേ. ഇനി എന്ത് ചെയ്യും? ഹിറ്റ്ലറോ? അതാരാ? എടി, വിക്കി സാറ് ഇന്നലെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയില്ലേ. എന്നിട്ട് പുതിയൊരു CEO വരുന്നെന്ന് പറഞ്ഞു. ആ, അയാളാ ഇവിടുത്തെ ഒറിജിനൽ ഓണർ. ഇനി വരുമ്പോൾ എന്തൊക്കെയാണോ എന്തോ ആ ഹിറ്റ്ലർ കാണിച്ചു കൂട്ടാൻ പോകുന്നത്. അയാൾ ആക്സിഡൻ്റായിട്ട് കിടക്കുമായിരുന്നു. ഇപ്പോഴോ ഒന്ന് റിക്കവർ ആയത്. ആളെന്താ അത്രയ്ക്ക് ടെററാണോ? ടെററാണോ? എന്തായാലും അയാൾ വരെയല്ലേ, നിനക്ക് കാണാം. വിക്കി സാർ മതിയായിരുന്നു CEO ആയിട്ട്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്തോ. അയ്യോടാ, ഇതാര്? അമ്മയുടെ പ്രിൻസസ് വന്നോ? ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്സൊക്കെ? പിന്നെ അമ്മ പ്രോമിസ് തന്നതാ, ഇവിടെ കമ്പനിയിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് മോളെയും കൊണ്ട് ബീച്ചിൽ പോവാന്ന്. പ്രോമിസൊന്നും മറന്നിട്ടില്ലല്ലോ? അമ്മ പ്രോമിസ് ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ പെണ്ണിനെയും കൊണ്ട് അമ്മ ബീച്ചിൽ പോവല്ലോ. ഓഹോ, അപ്പോ അമ്മയും മോളും ഇന്ന് കറങ്ങാൻ പോവാനുള്ള പ്ലാനിലാണോ? അതെയോ, നമ്മള് ബീച്ചിൽ പോവും. അമ്മ എനിക്ക് ഐസ്ക്രീം ഒക്കെ വാങ്ങിത്തരുമല്ലോ. പിന്നെ ആന്റി വരുന്നോ? ആന്റി വരുന്നില്ലടാ, പിന്നെ ഒരു ദിവസം വരാമേ കുഞ്ഞിന്റെ കൂടെ. ഓക്കെ. ആയത് ബട്ടർഫ്ലൈയോ? നീ വന്നോടി കാന്താരി. ഞാൻ വന്നല്ലോ. എങ്കി വാ, നമുക്ക് ക്യാൻറ്റീനിൽ പോവാം. ജാനു, ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോവാണേ. Beautiful to me, we fit together perfectly. Baby, get that in your head now. I don't wanna be solo. There's one more thing you should know. Pray you are the one, the only one. Baby, you're one of a kind. This is our time, baby. You know what I want, know what I want. Girl, you're super fine, you should be mine. Why can't I get you out of my mind? This is our time, baby. You know what I want, know what I want. എടി റോസമ്മ, ഇതാണോ നീ പറഞ്ഞ ആ ഹിറ്റ്ലർ? അതെ അതെ, ഇത് തന്നെയാ ഹിറ്റ്ലർ. അതെ, ഹലോ, ആരാ? എന്താടോ ഒന്നും മിണ്ടാത്തെ? എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? ഓ, വിക്കിനെ തിരക്കി വന്നതാണോ? വിക്കിയങ്കൾ ഇവിടെ ഇല്ലല്ലോ. ആണോ? എന്നിട്ട് വിക്കിയങ്കൾ എവിടെയാ? വിക്കിയങ്കൾ വന്നില്ലേ? അങ്കിൾ ആരാ? വിക്കിനെ ഇവിടേക്ക് വരില്ലല്ലോ. ഇത് എന്റെ കമ്പനിയാ. ആണോ? അപ്പൊ ഞാൻ പോവാണേ. അതെന്താടോ, താൻ വിക്കിയുടെ അടുത്ത് മാത്രമേ മിണ്ടുള്ളൂ? എന്റെ അടുത്ത് കൂട്ടാവില്ലേ? ഇനി അടുത്തേക്ക് വന്നേ. അത് പിന്നെ എനിക്ക് അങ്കിളിനെ അറിയില്ലല്ലോ, പിന്നെ ഞാനിങ്ങനെയാ കൂട്ടുകൂടണേ? ഞാനും വിക്കിയുടെ ഫ്രണ്ടാടോ. അപ്പോ വിക്കിയുടെ ഫ്രണ്ടല്ലേ താനും? അപ്പൊ നമുക്ക് കൂട്ടുകൂടാലോ. ആണോ? എങ്കിൽ ഓക്കേ. അല്ല, ഇയാളുടെ പേരെന്തുവാ? എന്റെ പേര് നീലിമ. എല്ലാരും നീലുന്നാ വിളിക്ക. അങ്കിളും എന്നെ നീലുന്ന് വിളിച്ചോ? പിന്നെ അങ്കിളിന്റെ പേരെന്താ? ഇതിനെ കാണാനേ നല്ല ക്യൂട്ട് ബണ്ണിയെ പോലെ ഉണ്ട്. ബണ്ണി സ്മൈലാ അങ്കിളിന്റെ. തന്നെ കാണാനും നല്ല ക്യൂട്ട് ലിറ്റിൽ ബണ്ണിയെ പോലെ തന്നെയാ ഉള്ളത്. പിന്നെ എന്റെ പേര് നീലെന്ന. അപ്പൊ ബൈ അങ്കിൾ, ഞാൻ പോവാണ്. അമ്മ എന്നെ തിരക്കും. നാളെ കാണാം. ടാറ്റാ. ആ, അമ്മയുടെ പൊന്ന് കിടന്നില്ലേ? എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? എന്ത് പറ്റിയടാ?
എന്ത് പറ്റി എന്റെ പൊന്നിന്? എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അമ്മ, എന്റെ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അമ്മയുണ്ട്, പിന്നെ അച്ഛനുണ്ടല്ലോ. മൂക്കെന്താ അച്ഛനില്ലാത്തെ? പിന്നെ എന്റെ മിസ് ഫാമിലിയെ പറ്റി പഠിപ്പിച്ചപ്പോ അമ്മ, അച്ഛൻ, ഗ്രാൻഡ്മ, ഗ്രാൻഡ്പ അങ്ങനെ എല്ലാം പറഞ്ഞല്ലോ. അപ്പൊ മോക്ക് ഇവിടെ ആരുമില്ലേ? അമ്മ എന്താ ഒന്നും മിണ്ടാത്തെ? നീ ചോദിച്ചത് ഉത്തരം പറയമ്മ. പൊന്ന കുഞ്ഞിന് അച്ഛനുണ്ട്, പക്ഷേ അച്ഛനുണ്ടല്ലോ നമ്മ ദൂരെ നാട്ടില് നിന്ന് ജോലി ചെയ്യുക. അപ്പോൾ പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല, അതാ നമുക്ക് അച്ഛനെ കാണാൻ പറ്റാതെ. അപ്പൊ കുഞ്ഞിന് അച്ഛനുണ്ടല്ലേ? അപ്പൊ മോളെ കാണാൻ അച്ഛൻ എപ്പോഴാ വരുന്നേ? അത് പിന്നെ അച്ഛക്ക് പെട്ടെന്നൊന്നും ഒന്നും വരാൻ പറ്റത്തില്ല, അതാ മോള് കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോഴേ വരുള്ളൂ. മതി മതി സംശയമൊക്കെ ചോദിച്ചത്. ഇനി കിടന്നുറങ്ങിക്കേ, നാളെ നമുക്ക് പോവാനുള്ളല്ലേ. ഇത്രയും നാൾ ഞാൻ പേടിച്ചതെന്തോ അതൊന്നും സംഭവിച്ചു. ഞാൻ ഇനി മോളോട് എന്ത് പറയും? അവൾക്ക് അറിവ് വെച്ച് തുടങ്ങി. അവൾ ഇനിയും ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോ ഞാൻ എന്ത് പറയും? എന്താ മോനെ നീ ഇവിടെ നിന്ന് മഞ്ഞ കൊള്ളുന്നേ? ഞാനിങ്ങനെ വെറുതെ. പിന്നെ ഇന്ന് കമ്പനിയിൽ വെച്ച് നിന്നെ അന്വേഷിച്ച് ഒരു കുഞ്ഞു ഫ്രണ്ട് വന്നായിരുന്നു. ഓ, നില ബേബിയാണോ നീ ഉദ്ദേശിച്ചത്? എന്നിട്ട് നീ എന്ത് പറഞ്ഞു കുഞ്ഞിനോട്? നീ വല്ല ദേഷ്യപ്പെടുകയെല്ലാം ചെയ്തു? നിന്റെ സ്വഭാവത്തിന് അതാ പ്രതീക്ഷിക്കാനുള്ളേ. പോടാ, നീ എന്നെ അത്രയ്ക്ക് ടെററായിട്ടാണോ കണക്കാക്കിയിരിക്കുന്നേ? അങ്ങനൊന്നുമില്ലടാ, ഞങ്ങള് കൂട്ടായി കേട്ടോ. പിന്നെ അവള് എന്നോടൊപ്പം കുറെ നേരം ഇരുന്ന് കളിച്ച്. എടാ വിക്കി, എന്റെ കുഞ്ഞിനും ഏതാണ്ട് ഇതേ പ്രായം വരില്ലേ? ഇപ്പോ അവനല്ലെങ്കിൽ അവള് എവിടെ ആയിരിക്കൂടാ? ഞാൻ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല. എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാൻ പറ്റുമോ? വിഷമിക്കാതെടാ, അത് നിന്റെ കുഞ്ഞ. എന്നായാലും ആ കുഞ്ഞ് നിന്നെ തിരികെ വന്നിരിക്കും. ഇതാരാ? നില ബേബിയോ? വായോ വായോ.
എന്താണ് നീ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? വിക്കി, ഞാനിന്ന് എന്റെ മോളെ അവളുടെ അമ്മയും കണ്ടടാ. എടാ, അപ്പോ അവര് ഇവിടെ ഉണ്ടോ? അതേടാ, എന്റെ തൊട്ടടുത്തുണ്ടായിട്ട് എനിക്ക് എന്റെ മോളെ മനസ്സിലാക്കാൻ പറ്റിയില്ല. തൊട്ടടുത്തോ? അല്ല, നീ എവിടെ വെച്ചാ അവരെ കണ്ടത്? എടാ, നീലമയാണ് എന്റെ മകള്. അവള് ഇതുവരെ എന്റെ അടുത്തുണ്ടായിട്ട് എനിക്ക് അവളെ മനസ്സിലാക്കാൻ പറ്റിയില്ല. ഞാൻ അവരെ മാളിൽ വെച്ചാടാ കണ്ടത്. എനിക്ക് ജാനകിയെ കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായത്. എടാ, അപ്പോ ജാനകിയാണോ നിന്റെ കുഞ്ഞിന്റെ അമ്മ? അപ്പൊ നീലു നിന്റെ മകളായിരുന്നില്ലേ? ജാനകിക്ക് നിന്നെ അറിയോ? ഇല്ല, ജാനകിക്ക് എന്നെ അറിയില്ല. എടാ, അപ്പോ നീ ഇനി എന്താ തീരുമാനിക്കുന്നേ? ജാനകിയെ കാണണം, കാര്യങ്ങളൊക്കെ സംസാരിക്കണം. എടാ, എന്ന് വെച്ചാ നീ നിലമോളെ ചോദിക്കാൻ പോവാണോ? അത് ശരിയാണോ? നിലുവിനെ ഇത്രയും നാള് ജാനകിയല്ലേ വളർത്തിയത്? ഞാൻ അങ്ങനെ ചെയ്യൂടാ. ഇത്രയും നാൾ മോളെ അവളല്ലേ നോക്കിയത്. നിലുവിന് അവളുടെ അമ്മ എന്ന് വെച്ച ജീവന, അത് ഞാൻ മനസ്സിലാക്കിയതാ. പിന്നെ ഞാൻ ജാനകിയെ കാണുന്നത് നിലുവിന്റെ അച്ഛൻ ഞാനാണെന്ന് പറയാനും എന്റെ മോളുടെ അച്ഛനായി നിൽക്കാനുമാ. ജാനു, നിന്നെ സാർ അന്വേഷിക്കുന്നുണ്ട്. ഒന്ന് ക്യാബിനിലേക്ക് ചെല്ലാൻ പറഞ്ഞു. എടി ജാനു, നീ ചെയ്ത വർക്കൊക്കെ പെർഫെക്റ്റ് അല്ലേ? സാധാരണ നീ ഒരു ക്യാബിനിൽ വിളിക്കുന്നത് വർക്കിൽ എന്തെങ്കിലും തെറ്റുകുറ്റം കാണുമ്പോഴാണ്. നീ പോയിട്ട് വാ, എന്താണെന്ന് അറിയാലോ. മേ ഐ കമിങ് സാർ? ഇങ്ങോട്ട് എന്നെ വിളിപ്പിച്ചിരുന്നു. ഞാനാ തന്നെ വിളിപ്പിച്ചത്. ഇരിക്കടോ. തന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? താനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഞാനും എന്റെ മോളും മാത്രമാ വീട്ടില്. പിന്നെ ഞാനിവിടെ 2 വർഷമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോ തന്റെ ഫാമിലി? എനിക്ക് സ്വന്തം എന്ന് പറയാൻ എന്റെ മകൾ മാത്രമേ ഉള്ളൂ. പിന്നെ എന്റെ അമ്മ 3 വർഷം മുന്നേ മരിച്ചു. എന്റെ മകൾ എന്റെ ജീവിതത്തിൽ വരുന്നതിന് മുന്നേ എനിക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ കുഞ്ഞിലേ മരിച്ചു. പിന്നെ ഞാനും അമ്മയും തനിച്ചായി. തന്നെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കാനാ ഞാൻ ചോദിച്ചത്. പിന്നെ ഞാൻ തന്നെ വിളിപ്പിച്ചത് ഒരു സീരിയസ് മാറ്ററിനെ പറ്റി പറയാനാ. അത് അറിഞ്ഞു കഴിയുമ്പോൾ താൻ എങ്ങനെ പ്രതികരിക്കും എന്ന് പറയാൻ പറ്റില്ല. ഈ എഗ്രിമെന്റ് പേപ്പർ കണ്ടോ? 3 വർഷം മുന്നേ ഇതിൽ താൻ ഒരു സൈൻ ചെയ്ത് തന്നിരുന്നു എനിക്ക്. സാർ എന്തായി പറയുന്നേ? അതിന് സാറിന് എനിക്ക് അറിയില്ലല്ലോ. താൻ തന്നെ ഈ എഗ്രിമെന്റ് പേപ്പർ ഒന്ന് നോക്ക്. പിന്നെ തനിക്ക് എന്നെ അറിയില്ലായിരിക്കാം, എനിക്ക് തന്നെ നന്നായിട്ടറിയാം. സാർ, അപ്പോ സാറിന്റെ മോളുടെ അവളുടെ പിതൃത്വത്തിന്റെ അവകാശി ഞാനാ. പക്ഷേ താൻ പേടിക്കേണ്ട, ഞാൻ തന്നിൽ നിന്ന് മോളെ ഒരിക്കലും അകറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ താൻ നല്ലൊരു അമ്മയാണ്. എന്റെ കുഞ്ഞിനെ താൻ ഉപേക്ഷിച്ചില്ലല്ലോ. എന്റെ മോളെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ. അതുകൊണ്ട് ഇനി മോളെ തന്നിൽ നിന്ന് അകറ്റിയാൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും അത്. പിന്നെ ഞാനന്ന് കുഞ്ഞിനെ ഏറ്റെടുക്കാൻ വരാതിരുന്നത് മനഃപൂർവ്വമല്ല. എനിക്ക് ഒരു ആക്സിഡന്റ് പറ്റി, ഞാൻ കോമയിലായിരുന്നു. പിന്നെ എനിക്ക് തന്നോട് പ്രധാനമായി പറയാനുള്ളത്, എനിക്ക് മോളെ സ്നേഹിക്കാനും ഒരച്ഛന്റെ കടമ നിർവഹിക്കാനുള്ള അധികാരവും അവകാശവുമുണ്ട്. അതിനാൽ താൻ എന്റെ കൂടെ വന്ന് നിൽക്കണം. ഒരു അച്ഛൻ എന്ന നിലയിൽ എനിക്ക് അവളെ ഒരുപാട് സ്നേഹിക്കണം. അവളുടെ സ്നേഹം എനിക്ക് തിരിച്ചനുഭവിക്കണം. താൻ മോളോട് പറയണം അവളുടെ അച്ഛൻ ഞാനാണെന്ന്. സാറ് വിഷമിക്കേണ്ട, ഞാൻ മോളോട് സംസാരിച്ചോളാം. നിലവിന്റെ അമ്മയായത് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. മുന്നോട്ട് ജീവിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്റെ മോള.
അവൾക്ക് അമ്മയുടെ സ്നേഹം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അവൾ അവളുടെ അച്ഛന്റെ സ്നേഹം അറിയട്ടെ. അതുകൊണ്ട് ഞാൻ അവളോട് പറയാം. പിന്നെ സാറിനോട് എനിക്ക് നന്ദിയുണ്ട്. ഈ എഗ്രിമെന്റിന്റെ പേര് എന്റെ മോളിൽ നിന്ന് അകറ്റിയില്ലല്ലോ. ഇത് ആദ്യം നമ്മൾ ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ ഇടണം. പിന്നെ ഇതും നമ്മൾ ഇങ്ങനെ തുറന്നിട്ട് ചുണ്ടി ഇങ്ങനെ ഇടണം. അല്ല, ഇതൊക്കെ ഇട്ടുകൊണ്ട് ഈ രാത്രിയിൽ എങ്ങോട്ടാ? അതൊന്നേ മോള് ഉറങ്ങാൻ പോവാ. പിന്നെ അമ്മയുടെ പൊന്ന്, അമ്മയുടെ അടുത്തേക്ക് വന്നേ. അമ്മ ഒരു കാര്യം പറയട്ടെ. വന്നു. എന്ത് കാര്യ പറയാൻ പോയി? അതെ, നാളെ സൺഡേ അല്ലേ? അപ്പോ നമ്മൾ രണ്ടുപേരും പുറത്തേക്ക് പോകുന്നു. പിന്നെ മോൾക്ക് അവിടെ ചെല്ലുമ്പോ ഒരു സർപ്രൈസ് ഉണ്ട്. ആണോ? നമ്മൾ എവിടേക്കാ പോകുന്നേ? എന്ത് സർപ്രൈസാ മോക്ക് തരണേ? സർപ്രൈസ് അവിടെ ചെന്ന് കണ്ടാ മതി. പിന്നെ എന്റെ പൊന്നു മോള് ഒത്തിരി ആഗ്രഹിച്ച ഒരു കാര്യം നാളെ സർപ്രൈസ് ആയിട്ട് കിട്ടാൻ പോകുന്നേ. ഓക്കെ. അപ്പോ നമുക്ക് നാളെ നേരത്തെ പോവേണ്ടതാ. അതുകൊണ്ട് നമുക്ക് വേഗം ഉറങ്ങാം. വാ, നമ്മുടെ കുഞ്ഞെ അങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങ്. വായോ വായോ. സാറ് വന്നിട്ട് കൊറേ നേരമായോ? കുറച്ചു നേരമായി. ഞാന് മോളുടെ കളിയൊക്കെ നോക്കി നിൽക്കുമായിരുന്നു. നിലു, ഇനി വന്നേ. എന്താ അമ്മ? മോളുടെ അടുത്ത് അമ്മ ഇന്നലെ ഒരു സർപ്രൈസിന്റെ കാര്യം പറഞ്ഞില്ലേ? ദേ, ഇദ്ദേഹമാണ് മോളുടെ സർപ്രൈസ്. ഈ അങ്കിള് അമ്മയുടെ കമ്പനിയിലെ അങ്കിളല്ലേ? അമ്മയുടെ കമ്പനിയിലുള്ളതാ. പക്ഷേ ഇത് മോളുടെ അങ്കിളല്ല, മോളുടെ അച്ഛനാ. അമ്മ എന്ന് പറഞ്ഞില്ലേ ഇവിടെ എന്ന് ജോലി ചെയ്യുവാണെന്ന്? ആ അച്ഛനാ ഇത്. സത്യാണോ? അപ്പോ ഈ അങ്കിള് എന്റെ അച്ഛനാണോ? സത്യാണോ? ഇത് മോളുടെ അച്ഛൻ തന്നെയാണോ? ആടാ പൊന്നെ, മോളുടെ അച്ഛനാ. അപ്പൊ എന്താ മോളുടെ അടുത്ത് പറയാതിരുന്നേ ഇത് മോളുടെ അച്ഛനാണെന്ന്? അത് പിന്നെ മോക്ക് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് അമ്മ പറഞ്ഞു. അതുകൊണ്ടാ അച്ഛൻ പറയാതിരുന്നേ നേരത്തെ. സത്യാണോ? അപ്പൊ അച്ഛനെ സ്കൂളിലൊക്കെ കൊണ്ടാക്കാൻ വരൂ? എന്റെ കൂടെ ഇതുപോലെ കറങ്ങാനും എല്ലായിടത്തും എന്റെ കൂടെ വരൂ? എന്റെ കൂടെ എപ്പോഴും കാണൂ? ആടാ പൊന്ന, അച്ഛൻ ഇപ്പോഴും ഇനി എന്റെ മോളുടെ കൂടെ കാണും. ഇനി അച്ഛൻ എങ്ങും പോവില്ല.
സാറ് ഇവിടെ നിൽക്കുമായിരുന്നു. മോള് ഉറങ്ങിയോ? ഉറങ്ങി. മോള് തൻ്റെ അടുത്ത് അവളുടെ അച്ഛനെ പറ്റി ചോദിക്കുമായിരുന്നല്ലേ? ഈ കുറച്ചു ദിവസം മുന്നെയാ എൻ്റെ അടുത്ത് മോള് അതിനെപ്പറ്റി ചോദിച്ചു തുടങ്ങിയത്. ഞാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കും. സാറ് സറോജസി വഴി കുഞ്ഞിനെ കൊണ്ടുവരാൻ എന്താ കാരണം? സാറിന് ഒരു മാരേജിനെ പറ്റി ചിന്തിച്ചുകൂടായിരുന്നോ? എന്റെ ലൈഫിലുണ്ടായ കുറെ മോശം കാര്യങ്ങൾ കൊണ്ട് എനിക്ക് എല്ലാവരോടുമുള്ള സ്നേഹവും വിശ്വാസവും ഒക്കെ ഇല്ലാതായി. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ എന്റെ അച്ഛനും അമ്മയും മരിച്ചു. എന്നെ ബന്ധുക്കളാരും ഏറ്റെടുക്കാൻ തയ്യാറായില്ല. പിന്നെ എനിക്കുള്ള സ്വത്തിന്റെ അവകാശം വാങ്ങാനായിട്ട് അച്ഛന്റെ അനിയൻ എന്നെ ഏറ്റെടുത്ത് വളർത്തി. ഞാനൊരു കൊച്ചു കുഞ്ഞാണെന്ന് പോലും ചിന്തിക്കാതെ അവര് വാക്കുകൾ കൊണ്ട് എന്നെ വേദനിപ്പിച്ചു, എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. പിന്നെ അവരുടെ മക്കളുടെ ആട്ടും തുപ്പും അടിയൊക്കെ കൊണ്ടു. 18 വയസ്സ് വരെ അവരെന്നെ സ്വത്തിന് വേണ്ടി വളർത്തി. എന്റെ സ്വത്തെല്ലാം കിട്ടിയപ്പോൾ എന്നെ അവിടുന്ന് അവര് ഇറക്കി വിട്ടു. അങ്ങനെ ചെറുപ്രായത്തിൽ ജോലി ചെയ്തും പഠിച്ച് ഞാൻ ഈ നിലയിലെത്തി. കോളേജിൽ പഠിക്കുമ്പോഴത്തേക്കാ എനിക്ക് 2 ഫ്രണ്ട്സിനെ കിട്ടിയത്, കാർത്തിക്കും വിക്കിയും. അവരെ പോലും എനിക്ക് സ്നേഹിക്കാൻ പേടിയായിരുന്നു. അളവിൽ കൂടുതൽ ഞാൻ അങ്ങനെ ആരെയും സ്നേഹിക്കില്ലായിരുന്നു. എന്നോട് പ്രണയം പറഞ്ഞു വരുന്ന ഓരോ ഗേൾസും പണവും സ്റ്റാറ്റസും ഒക്കെ നോക്കിയാ വരുന്നേ. അതുകൊണ്ട് ഞാൻ ആരെയും മാരേജ് ചെയ്യാൻ തയ്യാറായില്ല. അങ്ങനെ ഇരിക്കെ എനിക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞിനെ വേണമെന്നൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞിന് ജന്മം നൽകാനായിട്ട് ഒരു പകരക്കാരിയെ അന്വേഷിച്ച് ഇറങ്ങിയത്. കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്ന ആളെ ആദ്യമേ അവർ കാണിക്കില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്റെ നിർബന്ധപ്രകാരം തന്നെ എനിക്ക് കാണിച്ചു തന്നു. എന്റെ ജീവനെ ഉള്ളിൽ സ്വീകരിച്ച് നിറവയറുമായി നിൽക്കുന്ന തന്നെ ഞാൻ കണ്ടു. ഡെലിവറിക്ക് 2 ഡേയ്സ് മുന്നേ തന്നെ ഞാൻ കണ്ടത്. എന്നിട്ടായിരുന്നു എനിക്ക് ആക്സിഡന്റ് ഉണ്ടായത്. ആ ആക്സിഡന്റ് കാരണം ഞാൻ 3 വർഷം കോമയിലായിരുന്നു. ഞാൻ കോമയിൽ നിന്നുണർന്ന് റിക്കവർ ആയപ്പോൾ തന്നെ തിരക്കി ഇറങ്ങി, കണ്ടെത്താനായില്ല. അങ്ങനെ ഇരിക്കുകയാണ് തന്നെ മോളെ ഞാനൊരു ദിവസം മാളിൽ വെച്ച് കണ്ടത്. തന്നെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി പെട്ടെന്ന്. പക്ഷെ ഞാൻ മോളെ കണ്ട് ശരിക്കും ഞെട്ടി. നീലുവാണ് എന്റെ മകളെന്നറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ അവളും ഭാഗ്യവതിയ, തന്നെ പോലെ സ്നേഹിക്കാൻ അറിയാവുന്ന ഒരമ്മയാണല്ലോ അവൾക്ക് കിട്ടിയത്. പിന്നെ താനീ തീരുമാനത്തിലേക്ക് എങ്ങനെ എത്തിയത്? അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ ഓപ്പറേഷൻ നടത്താൻ ക്യാഷ് ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഒരു ഫ്രണ്ട് വഴി ഈ വിവരം അറിയുന്നത്. ഹോസ്പിറ്റലിലെത്തി. പക്ഷേ കുഞ്ഞിന്റെ മാതൃസ്ഥാനം കൂടി ഞാൻ ഏറ്റെടുക്കണം എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി. അത് സ്വന്തം കുഞ്ഞാവില്ലേ? മോളെ, നീ അമ്മയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ? എന്റെ അമ്മയെ ഞാനല്ലേ നോക്കേണ്ടത്? പിന്നെ അമ്മ ഓപ്പറേഷൻ പൈസ ഒക്കെ ആയി. ഒരാൾ നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞു. അമ്മ ഇങ്ങനെ കരഞ്ഞ് അസുഖമൊന്നും കൂട്ടല്ലേ. ഞാൻ കേശിന്റെ കാര്യമൊക്കെ അന്വേഷിച്ചിട്ട് വരാം. ഹാപ്പി ആയിട്ടിരിക്കും.
എടോ ജാനു, കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ഓപ്പറേഷൻ താമസിച്ചതിനാൽ 50-50 ചാൻസേ പറയാൻ പറ്റൂ. കഴിവിന്റെ പരമാവധി ശ്രമിക്കാം. ഡോക്ടർ, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അമ്മ ഓക്കെയാണോ? സോറിയടോ, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. நிலவாக நான் விளையாட வானாக வந்தவள் நீயே என் தாயே. அலையாக நான் விளையாட நதியாக வந்தவள் நீயே என் தாயே. உந்தன் வீரர்கள் பிடித்து நடந்தே உந்தன் வீழின் நிழலில் വളർന്നേ. നീയേ നീയേ നാനോ നീയേ നെഞ്ചിൽ വാഴും ഉയർത്തിയേ നീ. തந்தை നീയേ എൻ തോഴൻ നീയേ താലാട്ടിടും എൻ തോഴി നീ. പൊന്നെ, അമ്മയെ ഉപേക്ഷിച്ച് നീയും പോവല്ലേ? ഞാൻ വീണ്ടും ഒറ്റയ്ക്കാവും. നിന്നെ സ്വന്തമാക്കാൻ ഈ അമ്മയ്ക്ക് അധികാരമില്ലല്ലോ. എടോ ജാനകി, ഒരു പ്രശ്നമുണ്ട്. കുഞ്ഞിനെ ഏറ്റെടുക്കാൻ അതിന്റെ അച്ഛനില്ല. അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല. പിന്നെ ഈ കുഞ്ഞിന്റെ അമ്മ എന്ന നിലയിൽ കുഞ്ഞിനെ താൻ തന്നെ ഏറ്റെടുക്കുന്നതായിരിക്കും നല്ലത്. ഹോസ്പിറ്റലിന് ഇതിന്റെ യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ല. അങ്ങനെ എന്റെ നിലമോള് എനിക്ക് സ്വന്തമായി. പക്ഷെ എന്നെങ്കിലും അവളുടെ അച്ഛൻ അന്വേഷിച്ചു വരുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇതൊക്കെ വിധിയായിരിക്കും. ദൈവം വിചാരിച്ചാണ് മോൾക്ക് അമ്മയും അച്ഛനും വേണമെന്ന്. അതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പിന്നെ താന് ഇനി എന്നെ സാറ് എന്ന് വിളിക്കേണ്ട, നീൽ എന്ന് വിളിച്ചാൽ മതി.